ഒരു സെക്ഷനിൽ നമുക്ക് നോക്കാൻ പോകുന്നത് എന്താണ് ട്രാൻസിസ്റ്റർ, അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രാൻസിസ്റ്ററിൽ രണ്ട് വിധത്തിലുള്ള ട്രാൻസിസ്റ്ററാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന NPN ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ PNP ട്രാൻസിസ്റ്ററും. ഓക്കെ, അതിന് രണ്ടിന്റെ ഫിഗറാണ് നമുക്കിവിടെ വരച്ചിരിക്കുന്നത്. NPN ഫിഗർ ഇങ്ങനെയാണ്. ഫസ്റ്റ് കാണുന്ന എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പം എമിറ്റർ എന്തായിരിക്കും, അവിടെ N മെറ്റീരിയൽ ആയിരിക്കും. ബി എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് P ടൈപ്പ് മെറ്റീരിയലും സി എന്ന കളക്ടർ എന്ന് പറയുന്നത് എന്താണ്, N ടൈപ്പ് മെറ്റീരിയൽ ആയിരിക്കും. ഇപ്പൊ PNPന്റെ കേസിലാണെങ്കിൽ എമിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, P ടൈപ്പ് മെറ്റീരിയലും ബേസ് എന്ന് പറയുന്നത് N ടൈപ്പും സി എന്ന് പറയുന്നത് P ടൈപ്പുമാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്കൊരു NPN ട്രാൻസിസ്റ്ററിന്റെ ഇത് ലഭിക്കുക, N ടൈപ്പ് എങ്ങനെയാണ്, NPN എങ്ങനെയാണ് ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് NPN ജംഗ്ഷൻ ഉണ്ടെന്ന് കരുതുക. രണ്ട് NPN ജംഗ്ഷന്റെ ഇടയിൽ എന്താക്കുക, ഒരു P ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടായിട്ട് നമ്മൾ സാൻഡ്വിച്ച് ചെയ്ത് ഇപ്പോൾ രണ്ട് N ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ യോജിപ്പിച്ച് വെക്കാന്ന് കരുതുക. അതിന്റെ ജംഗ്ഷനിൽ കൂടെ നമ്മൾ എന്താക്കുക, ഒരു P കൊണ്ടിങ്ങനെ വെക്കുക. P എന്താക്കുക, അവിടെ സാൻഡ്വിച്ച് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്താക്കുക, ഒരു NPN ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ NPN റീജിയൻ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇനി PNP എങ്ങനെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു രണ്ട് P ടൈപ്പ് മെറ്റീരിയൽ നമ്മളിങ്ങനെ എന്തായിട്ടുണ്ടാവും, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്താക്കുക, ഒരു N സാൻഡ്വിച്ച് ചെയ്യുക. അപ്പൊ ഇവിടെ P ആയിരിക്കും, ഇവിടെ ഒരു N. അപ്പൊ എന്താക്കും, PNP ട്രാൻസിസ്റ്റർ നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഈ ട്രാൻസിസ്റ്ററിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എമിറ്റർ, ബേസ്, കളക്ടർ എന്നിവ. ഓക്കെ, നമുക്കറിയാം സാധാരണയായിട്ട് നമുക്ക് ഏറ്റവും നമ്മൾ ചെയ്യുന്നത് NPN ട്രാൻസിസ്റ്റർ ആണ്. ഇപ്പൊ NPN ട്രാൻസിസ്റ്റർ നോക്കുവാണെങ്കിൽ എമിറ്റർ എന്താണ്, ഇവിടെ എമിറ്റർ, ബേസ്, കളക്ടർ ഉണ്ട്. അതിൽ എമിറ്റർ എന്താണ്, N ടൈപ്പ് ആണ്. കാരണം NPN എന്ന് പറയുമ്പോൾ എമിറ്റർ, ബേസ്, കളക്ടർ ആ ഓർഡറിലാണ് വരിക. അപ്പോൾ ഇവിടെ എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ എമിറ്റർ N ആണ്, ബേസ് P ടൈപ്പ് ആണ്, സി എന്ന് പറയുന്ന കളക്ടർ എന്താണ്, N ടൈപ്പ് ആണ്. ഓക്കെ, നമുക്കറിയാം ഈ രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ്, ഒന്ന് P ടൈപ്പ്, ഒന്ന് N ടൈപ്പും. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, P ടൈപ്പ് മെറ്റീരിയലിന് നമുക്കറിയാം ഒരു മെറ്റീരിയലിലുള്ള ചാർജ് കാരിയേഴ്സ്, രണ്ട് തരത്തിലുള്ള ചാർജ് കാരിയേഴ്സ് ആണ് ഉള്ളത്, ഇലക്ട്രോൺസും അതുപോലെ തന്നെ എന്ത്, ഹോൾസും. ഓക്കെ, ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാം എന്താണ്, ഇലക്ട്രോൺ എന്താണ്, നെഗറ്റീവ് ആണ്. ഹോൾസിന്റെ നമുക്ക് സാധാരണ നമ്മൾ എഴുതുക, ഹോൾസിന് എഴുതുകയാണെങ്കിൽ ഹോൾസിന്റെ നോക്കുമ്പോൾ നമുക്കറിയാം ചാർജ് കാരിയേഴ്സ് എന്താണ്, അതിന്റെ ഹോൾസിന്റെ എന്താ പറയുക, പോസിറ്റീവ് ആണ്. അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ആബ്സെൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ഹോൾസ് എന്ന് നമ്മൾ പറയുക സാധാരണ. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ, അപ്പൊ എന്താണ്, P ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്, ഹോൾസ് ആണുള്ളത്. മജോറിറ്റി എന്താണ്, ഹോൾസ് ആണുള്ളത്. എന്ന് വെച്ചാൽ ഫുൾ അതിലുള്ളത് ഹോൾസ് അല്ല, മജോറിറ്റി എന്താണ്, ഹോൾസ് ആണ്. മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് എന്തുണ്ടാവും, ഇത് മജോറിറ്റി ആണ്, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് എന്തുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, ഇനി N ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ അതിൽ മജോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആരുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആരുണ്ടാവും, ഹോൾസും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് മെറ്റീരിയലിന്റെ പ്രത്യേകത. കാരണം P ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മജോറിറ്റി ഹോൾസ് ആയിരിക്കും, മൈനോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും. N ടൈപ്പ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ മജോറിറ്റി കാരിയേഴ്സ് എന്തായിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും, മൈനോറിറ്റി കാരിയേഴ്സ് എന്തായിരിക്കും, ഹോൾസ് ആയിരിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ഹോൾസിന് എന്തായിരിക്കും, പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. കാരണം ഇലക്ട്രോണിന്റെ ആബ്സെൻസ്, അപ്പൊ ഇലക്ട്രോൺ അവിടെ ഇല്ല എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ഇല്ല, അപ്പോൾ ഉള്ളത് പോസിറ്റീവ് എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ട്രാൻസിസ്റ്ററിന് മൂന്ന് റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞു, എമിറ്റർ, ബേസ്, കളക്ടർ. ഇനി എന്താണ് ഈ മൂന്ന് റീജിയന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഓക്കെ, ഈ ട്രാൻസിസ്റ്ററിന്റെ നമുക്ക് NPN നമുക്ക് ഇവിടെ നോക്കാം വേണമെങ്കിൽ. കാരണം ഇപ്പൊ PNP നമുക്ക് മാറ്റി നിർത്താം. നമുക്ക് ഇപ്പൊ NPN കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എമിറ്റർ, ബേസ്, കളക്ടർ ഉണ്ട്. ഇപ്പൊ രണ്ടിലും എന്താണ്, സെയിം ആണ്. അപ്പൊ എമിറ്ററിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലുള്ള ചാർജ് കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എന്ത്, എമിറ്ററിന്റെ ധർമ്മം. എന്താണ്, സപ്ലൈസ് ചാർജ് കാരിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് NPN ആണെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും, ഇലക്ട്രോൺസിനെ ആയിരിക്കും. കാരണം വെച്ചാൽ NP എന്ന് പറയുമ്പോൾ എമിറ്റർ വരുന്നത് എന്താണ്, N ടൈപ്പ് മെറ്റീരിയൽ ആണ്. അതിൽ മജോറിറ്റി എന്താണ്, ഇലക്ട്രോൺസ് ആണ്. അപ്പം ചാർജ് കാരിയേഴ്സ് സപ്ലൈ ചെയ്യുന്നത് മജോറിറ്റി എന്തായിരിക്കും, ഇലക്ട്രോൺസിനെ ആയിരിക്കും അത് സപ്ലൈ ചെയ്യുക. ഇനിയിപ്പം PNP ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ വരെ എന്തായിരിക്കും, ഹോൾസിനെയാണ് അത് സപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ എമിറ്ററിന്റെ ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, സപ്ലൈസ് ചാർജ് കാരിയേഴ്സ്. അതാണ് എന്ത്, സപ്ലൈസ് ചാർജ് കാരിയേഴ്സ്. അതാണ് എന്ത്, എമിറ്ററിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എമിറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്.
ഇപ്പോൾ NPN ട്രാൻസിസ്റ്റർ ആണെങ്കിലും PNP ട്രാൻസിസ്റ്റർ ആണെങ്കിലും എമിറ്റർ എപ്പോഴും എന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. എമിറ്റർ എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. എമിറ്റർ എപ്പോഴും എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. എമിറ്റർ എപ്പോഴും എന്തായിരിക്കും? ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, കാരണം ചിപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ NPN ഉണ്ട്. എന്നിന്റെ നേരെ പോയിരിക്കുന്നതാണ് ഇവിടുത്തെ നെഗറ്റീവ് ടെർമിനലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് ബയസ്ഡ് ആണോ റിവേഴ്സ് ബയസ്ഡ് ആണോ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു കണക്ഷൻ ഉണ്ടെന്ന് അതിന്റെ നെഗറ്റീവ് ഭാഗത്തിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ഇതിന്റെ നെഗറ്റീവിലേക്ക് പോകണം, ബാറ്ററിയുടെ പോസിറ്റീവ് ഇതിന്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് പോകണം. ഇപ്പോൾ നോക്കുവാണെങ്കിൽ എമിറ്ററിന്റെ അടുത്തേക്ക് എന്താണ്? ഇവിടെ എമിറ്റർ N ആണ്, അപ്പൊ N നെഗറ്റീവ് ആണ്. അപ്പൊ അവിടേക്ക് തന്നെ എന്തുണ്ട്? നെഗറ്റീവ് ഭാഗം പോയിട്ടുണ്ട്. PNP എടുക്കുവാണെങ്കിൽ നമ്മളോട് കൊടുത്തിരിക്കുന്നതാണ് പോസിറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എമിറ്റർ എപ്പോഴും എന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഒരു ട്രാൻസിസ്റ്ററിന്റെ കണക്ഷനിൽ ഏത് കണക്ഷൻ നോക്കി കഴിഞ്ഞാൽ എമിറ്റർ എന്തായിരിക്കും? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ നമുക്കറിയാം ഈ ട്രാൻസിസ്റ്റർ ഒക്കെ ഉപയോഗിക്കുന്ന എന്താണ്? സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുക. ഈ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിന് എന്തായിരിക്കും? കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഏകദേശം ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ കണ്ടക്ടിവിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡോപ്പിംഗ് എന്ന് പറയുന്ന ഒരു മെക്കാനിസം നമ്മളതിൽ ഉപയോഗിക്കാറ്, പ്രോസസ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം നോക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്ററിലെ ഏറ്റവും ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള പാർട്ടാണെന്ത്? എമിറ്റർ എന്ന് പറയുന്നത്. എമിറ്റർ എന്തായിരിക്കും? ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. എമിറ്റർ എന്തായിരിക്കും? ഹെവിലി ഡോപ്ഡ് ആയിരിക്കും എമിറ്റർ. ഓക്കെ, ഹെവിലി ഡോപ്ഡ് ആണെന്ന് പറഞ്ഞാൽ തന്നെ എന്തായിരിക്കും? റെസിസ്റ്റൻസ് എന്തായിരിക്കും? ലോ റെസിസ്റ്റൻസ് ആയിരിക്കും അതിന് ഉണ്ടാവുക. എന്തായിരിക്കും? അതിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ ലോ ആയിരിക്കും. ലോ റെസിസ്റ്റൻസ് ആയിരിക്കും എമിറ്റർ റീജിയനിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി ട്രാൻസിസ്റ്ററിലെ അടുത്ത റീജിയൻ ആണെന്ത്? ബേസ് എന്ന് പറയുന്ന റീജിയൻ. ബേസ് റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ഈ ഒരു പാർട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ടെണ്ണത്തിൽ NPNലും PNPയും നോക്കുകയാണെങ്കിൽ എന്താണ്? തിന്നർ പാർട്ട് ആയിട്ടുള്ളതാണ് എന്ത്? എമിറ്റർ എന്ന് പറയുന്നത്. എന്താ പറയാ? അത് എപ്പോഴും എന്തായിരിക്കും? എമിറ്ററിനെക്കാളും എന്തായിരിക്കും? ഇതിൽ ഏറ്റവും തിന്നർ ആയിട്ടുള്ളത് എന്താണ്? ബേസ് ആണ്. അപ്പൊ എന്തായിരിക്കും? തിന്നർ പാർട്ടാണ് എന്ത്? തിന്നർ പാർട്ടാണെന്ത്? ഈ ബേസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എമിറ്ററിനെക്കാളും തിന്നറാണ് എന്ത്? ബേസ്. ഓക്കെ, തിന്നർ പാർട്ടാണ് എന്ത്? എമിറ്റർ. പിന്നെ അത് മാത്രമല്ല, ഇനി ഈ ബേസ് ആണ് എന്ത്? ബാക്കിയുള്ളത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ബേസ് ആണ് നമ്മൾ എന്താക്കുക? വിത്ത് റെസ്പെക്ട് ടു ബേസ് എമിറ്റർ പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ബേസ് കളക്ടർ നെഗറ്റീവ് ആണോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്താക്കുക നോക്കുക. അപ്പൊ എന്താ പറയുക? നമ്മൾ ഏതിനെയാണോ എന്താ പറയുക ഒരു ഈ ബാക്കിയുള്ള എമിറ്ററും ബേസും എമിറ്ററും കളക്ടറും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നമ്മൾ വിത്ത് റെസ്പെക്ട് ഏതിനെയാണ് നോക്കിയാണ് പറയുക? ബേസിന് നോക്കിയിട്ടാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി ട്രാൻസിസ്റ്ററിന്റെ അടുത്തൊരു ഭാഗമാണെന്ന് കളക്ടർ എന്ന് പറയുന്ന ഭാഗം. ഇനി കളക്ടറിന്റെ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കളക്ട് ചെയ്യാം. കാരണം എന്താണ്? എമിറ്റർ സപ്ലൈ ചെയ്യുന്ന ചാർജ് കാരിയേഴ്സിനെ കളക്ട് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? കളക്ടർ. കളക്ടറിന്റെ ധർമ്മം എന്ന് വെച്ചാൽ കളക്ട് ചാർജ് കാരിയേഴ്സ്. അപ്പൊ കളക്ടർ എന്താക്കും? ചാർജ് കാരിയേഴ്സിനെ എന്താക്കും? കളക്ട് ചെയ്യും. ഈ കളക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു എമിറ്റർ എപ്പോഴും എന്താണ്? ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഈ കളക്ടർ എപ്പോഴും എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, റിവേഴ്സ് ബയസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ N വരുന്നിടത്തേക്ക് എന്താക്കണം? ബാറ്ററിയുടെ പോസിറ്റീവ് പോകണം, അല്ലെങ്കിൽ P വരുന്ന ഭാഗത്തേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് പോകണം. ഓക്കെ, ഇവിടെ NPN ട്രാൻസിസ്റ്റർ നോക്കുവാണെങ്കിൽ നേരെ ഇവിടെ ബാറ്ററി കണ്ടെയ്നർ ഇവിടെ പോസിറ്റീവ് ആണ്. Nന്റെ അവിടേക്ക് പോയിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് അവിടേക്ക് പോസിറ്റീവ് ആണ് പോയിരിക്കുക. അപ്പൊ എന്താണ്? റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷൻ ആണ്. അപ്പൊ എന്താണ്? കളക്ടർ എപ്പോഴും എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഇനി PNP നോക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്? Pന്റെ അടുത്തേക്ക് പോസിറ്റീവ് ആണ് പോവേണ്ടത്, അത് ഫോർവേഡ് ബയസ്ഡ് ആണ്. പക്ഷെ എന്താണ്? ഇവിടെ നെഗറ്റീവ് ആണ് പോയിരിക്കുന്നത്. അപ്പൊ കളക്ടർ എപ്പോഴും എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല കളക്ടർ എന്തായിരിക്കും? മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. മോഡറേറ്റ്ലി ഡോപ്ഡ്. മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും എന്ത്? കളക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ എന്താക്കാം? നമുക്ക് ട്രാൻസിസ്റ്റർ എങ്ങനെ ബയസ് ചെയ്യാം, എങ്ങനെ നമുക്ക് ട്രാൻസിസ്റ്ററിനെ ഒരു സർക്യൂട്ടിലേക്ക് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ NPN ട്രാൻസിസ്റ്ററിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്തുണ്ട്? ഇവിടെ NPN ട്രാൻസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു എന്തുണ്ട്? PNP ട്രാൻസിസ്റ്റർ ഉണ്ട്. നമുക്കിവിടെ ഫസ്റ്റത്തെ NPN ട്രാൻസിസ്റ്ററിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ എമിറ്റർ എന്താണ്?
എന്നിന്റെ നേരെ ഇവിടെ എൻ പി ആയതുകൊണ്ട് എൻ പി എൻ എമിറ്റർ നെഗറ്റീവ് ആണ്, അല്ല എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അപ്പൊ എന്താണ് അവിടെ നേരെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ എന്താണ് എമിറ്റർ എപ്പോഴും എന്താണ് ഫോർവേഡ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ നോക്കുവാണെങ്കിൽ എമിറ്റർ ബേസ് എന്താണ് ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവിലേക്ക് തന്നെയാണ് ഇവിടേക്ക് എന്ത് പോയിരിക്കുന്നത്, ഇതിന്റെ പിയും പോയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ഇവിടെ നോക്കുവാണെങ്കിൽ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും ഇവിടെ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് മനസ്സിലായി ഇവിടെ എന്താണ് എമിറ്റർ എന്ന് പറയുന്ന എൻ പി എന്നിൽ നെഗറ്റീവ് ആണ്, ബേസ് പോസിറ്റീവ് ആണ്, അല്ലാതെ പി ടൈപ്പ് ആണ്. അപ്പൊ എന്താക്കി എമിറ്റർ നേരെ എന്ന് പോയി നെഗറ്റീവ് ആണ് പോയത്, ബേസിന് നേരെ പിന്റെ അവിടേക്ക് നേരെ പോസിറ്റീവ് ആണ്. എന്താണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും, എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും ഇ ബി ജംഗ്ഷൻ ഈസ് ഓൾവേസ് ഫോർവേഡ് ബയസ്ഡ്. എപ്പോഴും എന്തായിരിക്കും അതെന്തായിരിക്കും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഇനി നോക്കുക, ഇവിടെ തന്നെ നോക്കുക, നമുക്ക് ഇവിടെ പി എൻ പി നോക്കുവാണെങ്കിൽ ഇവിടെ എന്തുണ്ട്, പിന്റെ അടുത്തേക്ക് വലിക്കുന്ന പോസിറ്റീവ് ആണ്, ബേസിന്റെ അവിടേക്ക് പോയിരിക്കുന്നത് എന്താണ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്താണ് അതും എന്താണ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ ആണ്. അപ്പൊ എന്താണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും, ഇ ബി ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ കളക്ടർ ബേസ് ജംഗ്ഷൻ, അതായത് കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇപ്പൊ എൻ പി എന്റെ കേസിൽ കളക്ടർ ബേസ് വെച്ചാൽ ഇതും നോക്കുവാണെങ്കിൽ പിന്റെ അവിടേക്ക് നേരെ പോയിരിക്കുന്നത് എന്താണ് നെഗറ്റീവ് ആണ്. അപ്പൊ എന്താണ് അത് റിവേഴ്സ് ആണ്. എന്നിന്റെ അവിടേക്ക് പോയിരിക്കുന്നത് എന്താണ് പോസിറ്റീവ് ആണ്. അപ്പൊ അതും എന്താണ് റിവേഴ്സ് ആണ്. ഇപ്പൊ പി എൻ പി നോക്കുവാണെങ്കിൽ പിന്റെ അവിടേക്ക് പോയിരിക്കുന്നത് എന്താണ് നെഗറ്റീവ് ആണ്, അപ്പൊ റിവേഴ്സ് ആണ്. എന്നിന്റെ അവിടേക്ക് പോയിരിക്കുന്നത് പോസിറ്റീവ്, അപ്പൊ അത് റിവേഴ്സ് ആണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ നമുക്ക് മനസ്സിലാവും ബേസ് കളക്ടർ ജംഗ്ഷൻ അപ്പോഴെന്തായിരിക്കും ജംഗ്ഷൻ ഈസ് ഓൾവേസ് reverse biased. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻ അത് എപ്പോഴും എന്തായിരിക്കും ഒരു ട്രാൻസിസ്റ്ററിന്റെ കണക്ഷൻ ട്രൂ ആയിരിക്കും. എന്തായിരിക്കും എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും ഫോർവേഡ് ബയസ്ഡും, പിന്നെ ബേസ് കളക്ടർ ജംഗ്ഷൻ അല്ലെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും, വേണമെങ്കിൽ കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും റിവേഴ്സ് ബയസ്ഡും ആയിരിക്കും. ഈ ഒരു കണ്ടീഷനെ നമ്മൾ സാധാരണ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ കണ്ടീഷൻ എന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബയാസിംഗ് കണ്ടീഷൻ എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്. നമ്മൾ പറയുന്നത് യൂണിവേഴ്സൽ ട്രാൻസിസ്റ്റർ ബയാസിംഗ് കണ്ടീഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. വെച്ചാൽ യൂണിവേഴ്സൽ ട്രാൻസിസ്റ്റർ ബയാസിംഗ് കണ്ടീഷൻ എന്നാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ പറയുന്നത്. ഇതാണ് എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും, ബേസ് കളക്ടർ ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അത് എൻ പി ആണെങ്കിൽ പി എൻ പി ആണ്. ഇതാണ് നമ്മൾ എന്താ പറയുക യൂണിവേഴ്സൽ ട്രാൻസിസ്റ്റർ ബയാസിംഗ് കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാ ട്രാൻസിസ്റ്റർ ഓപ്പറേഷൻ കണ്ടീഷൻ നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഇവിടെ വരച്ചിരിക്കുന്ന ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണ് ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ എന്തുണ്ട്, ഇവിടെ ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ഉണ്ട്. നമ്മൾ നേരത്തെ എന്താ പറയുക ട്രാൻസിസ്റ്ററിന്റെ യൂണിവേഴ്സൽ ബയാസിംഗ് കണ്ടീഷൻ വെച്ച് നമ്മൾ അതിനെ കണക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ പി എൻ ആണ്. അപ്പൊ എമിറ്റർ ബേസ് ജംഗ്ഷൻ എമിറ്റർ ബേസ് കളക്ടർ എന്ന് വരുന്നത് എൻ പി എൻ എന്ന് പറയുമ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ജംഗ്ഷൻ ആയിരിക്കണം, ബയസ്ഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്താക്കി ഇവിടെ നേരെ എമിറ്ററിന്റെ അവിടേക്ക് എൻ ആണ്, അപ്പൊ നേരെ നെഗറ്റീവ് കൊടുത്തു, ബേസിന്റെ അവിടേക്ക് നേരെ പോസിറ്റീവ് കൊടുത്തു. കളക്ടർ ബേസ് ജംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കണം റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്താക്കി കളക്ടർ എൻ ആണ്, അപ്പൊ നേരെ അവിടേക്ക് എന്താക്കുക പോസിറ്റീവ് കൊടുക്കുക, ബേസിന്റെ അവിടേക്ക് നേരെ എന്താക്കുക പി ആയതുകൊണ്ട് നെഗറ്റീവും കണക്ട് ചെയ്തു. അപ്പൊ നമ്മൾ എന്താക്കി യൂണിവേഴ്സൽ ബയാസിംഗ് കണ്ടീഷൻ എന്താക്കി ഫോളോ ചെയ്തു. ഇനി എങ്ങനെ നമുക്ക് ഇതിൽ ഓപ്പറേഷൻ നടക്കും നോക്കാം. നമുക്കറിയാം ഇവിടെ നോക്കുവാണെങ്കിൽ എമിറ്റർ എന്താണ് ബേസിന് വെച്ച് നോക്കുമ്പോൾ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ബേസ് എമിറ്റർ എന്താണ് നെഗറ്റീവ് ആണ്. ഓക്കെ, എമിറ്റർ ധർമ്മം എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എമിറ്റർ എന്താ ചെയ്യുക ചാർജ് കാരിയേഴ്സിനെ സപ്ലൈ ചെയ്യും. ഓക്കെ, എമിറ്റർ എൻ ടൈപ്പ് മെറ്റീരിയൽ ആണ്. അപ്പൊ എമിറ്ററിന്റെ കയ്യിലുള്ള ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഈ എമിറ്റർ എന്ന് പറയുന്ന സാധനം എന്താണ് ഹൈലി ഡോപ്ഡ് ആയിട്ടുള്ള സാധനമാണെന്ത് എമിറ്റർ എന്ന് പറയുന്നത്. പക്ഷെ അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ബേസ് എന്ന് പറയുന്നത് എന്താണ് ഏറ്റവും കുറച്ച് ഡോപ്പ് ചെയ്ത ഭാഗമാണെന്ത് ബേസ് എന്ന് മോഡറേറ്റ്ലി ഡോപ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ഏറ്റവും മോഡറേറ്റ്ലി ഡോപ്ഡ് കളക്ടർ ആണ്. അപ്പൊ അതിന് ഏറ്റവും
എന്താ പറയുക, കുറഞ്ഞ അളവിൽ ഡോപ്പ് ചെയ്ത ഭാഗമാണെന്ത് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറഞ്ഞ അളവിൽ ഡോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എമിറ്റർ ഇവിടെ എന്താക്കുക, ഒരു ഇലക്ട്രോൺസിനെ എന്താക്കും, നേരെ ഇലക്ട്രോൺസ് എന്താക്കും, നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. കാരണം ബേസിന്റെ അവിടെ ഉള്ളത് എന്താണ്, പി ആണ്. പിയിൽ അവിടെ ഉള്ളത് എന്താണ്, ഹോൾസ് ആണ്. അപ്പൊ നമ്മൾ എന്താക്കും, ഈ എന്നിന്റെ അടുത്തുള്ള മജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എന്താക്കും, പിയിലേക്ക് മൂവ് ചെയ്തിട്ട് അവിടെയുള്ള ഹോൾസുമായിട്ട് എന്താക്കും, റീകമ്പൈൻ ചെയ്യും. പക്ഷെ നമുക്കറിയാം ഇവിടെ എന്താണ് ബേസിന്റെ റീജിയൻ എന്താണ് നമുക്കറിയാം അതെന്താണ്, അത്ര വലുതായിട്ട് എന്തായിട്ടില്ല, ഡോപ്പ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെയുള്ള ഇലക്ട്രോൺസിന് എല്ലാത്തിനും എന്താക്കാൻ പറ്റില്ല, അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താണ്, അവിടെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, നമുക്ക് കറണ്ട് ഉണ്ടാവുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ള കറണ്ടാണ് എന്ത്, എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ എത്തുന്ന ഓരോ ഇലക്ട്രോൺസും എന്താക്കും, ഇവിടെയുള്ള ബേസ് റീജിയനിലുള്ള ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നത് നമുക്കറിയാം. അങ്ങനെ എന്താക്കും, ഇതിലുള്ള ഓരോ ഹോൾസുമായിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലൂടെ ഓരോ ഇലക്ട്രോൺസ് എന്താക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലീവ് ചെയ്ത് പോകും. എന്ന് വെച്ചാൽ എന്താക്കും, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഓരോ ഇലക്ട്രോൺസ് ഒക്കെ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺ ഇതിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടാകുന്ന ഒരു ചെറിയ കറണ്ടാണെന്ത്, IB എന്ന് പറയുന്ന ബേസ് കറണ്ട്. അപ്പം ചാർജ് കാരിയേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന കറണ്ടാണെന്ത്, ഇവിടുത്തെ IE എന്ന് പറയുന്ന എമിറ്റർ കറണ്ട്. ഇവിടെ ഇത് റീകമ്പൈൻ ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഹോൾസുമായിട്ട് ഇവിടെ വരുന്ന ഇലക്ട്രോൺസ് റീകമ്പൈൻ ചെയ്യുമ്പോൾ ഇതിലൂടെ കടന്നു പോകുന്ന എന്താണ്, ഇലക്ട്രോൺസിന്റെ ഇത് മൂലം ഉണ്ടാകുന്ന കറണ്ടാണെന്ത്, IB എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിലും ഈ ജംഗ്ഷനിൽ എന്താകും, ഇലക്ട്രോൺ ഹോൾസ് റീകമ്പൈൻ ചെയ്യും. ഇലക്ട്രോൺസ് എന്താകും, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ എന്താകും, നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണെന്ത്, കറണ്ട് ഉണ്ടാവുക. അപ്പൊ ഈ രീതിയിൽ ഉണ്ടാകുന്ന കറണ്ടാണെന്ത്, IC എന്ന് പറയുന്ന കളക്ടർ കറണ്ട്. ഇനി നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ രണ്ട് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് VEB എന്നാണുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ V എന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് അറ്റ് എമിറ്റർ ബേസ് റീജിയൻ, അതാണ് ഈ B എന്ന് പറയുന്നത്. ഇവിടെ VCB എന്ന് വെച്ചാൽ V∪CB എന്നാണ്. എന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് അറ്റ് കളക്ടർ ബേസ് റീജിയൻ എന്നാണ് ഇവിടെ നമ്മൾ എന്താക്കിയത്, ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് സോഴ്സുകൾ. ഓക്കെ, അപ്പൊ ഇതാണെന്ത്, ഒരു ട്രാൻസിസ്റ്ററിലെ 3 കറണ്ടുകളാണ് ഇവിടെ IE, IB, IC എന്ന് നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ട് ഉള്ളത്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ റിലേഷൻ നമുക്ക് ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഇവിടുത്തെ ടോട്ടൽ ഇവിടെ വരുന്ന എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ പറ്റും, ഇവിടെ എമിറ്റർ കറണ്ട് IE ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, IC പ്ലസ് IB എന്ന് നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. IE ഈക്വൽ ടു IC പ്ലസ് IB എന്ന് നമുക്ക് എന്ന് വെച്ചാൽ എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട് എന്ന് നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. കാരണം ചിലപ്പോൾ എല്ലാ റൂളും നോക്കുവാണെങ്കിൽ ഇവിടെ എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരേ സ്ഥലത്തേക്ക് ഒരേ ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും രണ്ടിൻ്റെയും സമ്മായിട്ട് നമ്മൾ എഴുതിയതാണത് എമിറ്റർ കറണ്ട് ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട് പ്ലസ് ബേസ് കറണ്ട്. ഇതാണെന്ത് ട്രാൻസിസ്റ്ററിന്റെ കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ എമിറ്റർ കറണ്ടിന്റെ ഇക്വേഷൻ എഴുതി IE ഈക്വൽ ടു IB പ്ലസ് IC എന്നുള്ള ഇക്വേഷൻ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇവിടെ നമ്മൾ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ മനസ്സിലാവും എന്താണ് എമിറ്റർ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് കറണ്ടിന്റെയും അതായത് കളക്ടർ കറണ്ടിന്റെയും സമ്മാണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ മൊത്തം നമ്മളിവിടെ കൺസിഡർ ചെയ്തത് മജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇത് മൂലം ഉണ്ടാകുന്ന കറണ്ടാണ് നമ്മളിവിടെ എന്താക്കിയിട്ടുള്ളത്, കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറിയാം, ഇപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ബേസ് കളക്ടർ റീജിയൻ അല്ലെങ്കിൽ കളക്ടർ ബേസ് റീജിയൻ എന്താണ്, റിവേഴ്സ് ബൈസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നമുക്കറിയാം ഈ റിവേഴ്സ് ബൈസ്ഡ് ആണ്. അതിന്റെ ഒപ്പം തന്നെ എന്താണ്, ഈ ബേസ് ഒക്കെ എന്താണ്, ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പൊ അതുപോലെ നമുക്കറിയാം എന്താണ്, അവിടുത്തെ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, റെസിസ്റ്റൻസ് കൂടും. അതിന്റെ ഒപ്പം തന്നെ എന്താണ്, അത് റിവേഴ്സ് ബൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ ടെമ്പറേച്ചർ എന്താക്കും, വളരെയധികം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒപ്പം എന്താക്കും, ഇവിടെ മജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇവിടുത്തെ മജോറിറ്റി കേസിലുള്ള ഇലക്ട്രോൺ മൂലം ഉണ്ടാകുന്ന കറണ്ടാണ് എന്ത്, IC എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇവിടത്തെ ഇതിനൊപ്പം തന്നെ ഇവിടെ വേറെ എന്തുണ്ട്, ഇവിടെ ഒരു
മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള എന്തുണ്ട് ഇതിൽ ഒരു ഹോൾസും കൂടെ ഉണ്ട്. ഓക്കെ, അതെന്താണ് തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആണ്. കാരണം എന്താണ്, അത് റിവേഴ്സ് ബയസിൽ ആയതുകൊണ്ട്. അപ്പൊ അതുമൂലം എന്തുണ്ടാവുന്നുണ്ട്, ഇവിടെ ഒരു ചെറിയ കറണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ എമിറ്റർ നമ്മളിവിടെ ഓപ്പൺ ആക്കി വെക്കുന്നത് കരുതുക. ഇപ്പോൾ എമിറ്റർ ഇവിടെ ഇല്ലാന്ന് കരുതുക, ഈ ഒരു പാർട്ടിൽ ഇല്ലാന്ന് കരുതുക. അപ്പം എന്നാലും എന്തുണ്ടാവും, ഇവിടെ ഒരു മൈനോറിറ്റി കാരിയേഴ്സിന്റെ കറണ്ട് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് കളക്ടർ ജംഗ്ഷൻ എന്താണ് റിവേഴ്സ് ബയസിലാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെയുള്ള എന്തുണ്ട്, മജോറിറ്റി കാരിയേഴ്സ് എന്നുള്ള ഒരു IC എന്ന് പറഞ്ഞൊരു കറണ്ട് ഇവിടെ ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ എന്തുണ്ടാവും, മൈനോറിറ്റി കാരിയേഴ്സ് തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് മൂലവും ഇവിടെ എന്തുണ്ടാവും, ഇവിടെ ഒരു ചെറിയ കറണ്ട് ഉണ്ടാവും. അപ്പൊ അതുപോലെ നമുക്കിവിടെ ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും എന്താണ്, നമ്മളിപ്പോൾ ഇവിടെ ഈ എന്ന് പറയുന്ന റീജിയൻ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കും, ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇവിടേക്ക് എന്താക്കാൻ പറ്റില്ല. ഈ ഒരു റീജിയൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കാന്ന് കരുതുകയാണെങ്കിൽ, അവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കാന്ന് കരുതുകയാണെങ്കിൽ ഇലക്ട്രോൺസ് എന്താക്കില്ല, അവിടേക്ക് ഇഞ്ചക്റ്റഡ് ആവില്ല, ഇവിടേക്ക് എന്താക്കില്ല ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ ഒരു PN ജംഗ്ഷന്റെ ഇടയിൽ എന്തുണ്ടാവും, ഒരു കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിന് കാരണം എന്താണ്, ഈ തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞ ഹോൾസ് ആയിട്ടുള്ള എന്താണ്, ഹോൾസിന്റെ മൈനോറിറ്റി കാരിയേഴ്സ് തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള ഈ മൈനോറിറ്റി കാരിയേഴ്സിന്റെ കറണ്ടാണ് എന്ത് അവിടെ ഉണ്ടാവുന്നത്. ഈ കറണ്ടിന് നമുക്ക് വേണമെങ്കിൽ എന്താക്കുക, ഒരു ICBO എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ എഴുതാൻ നമുക്ക് ഇവിടെ എന്താ ICBO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇതിനെ നമ്മൾ ICBO എന്നാണ് നമ്മൾ ഈ കറണ്ടിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ICBO എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ കറണ്ട് ഇത് നമ്മൾ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർ ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ എന്നാണ് വെച്ചാൽ കളക്ടർ ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ എന്നാണെന്ത് ഈ ICBO എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുക എന്നുള്ളതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുക IC ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ നമ്മളിവിടെ ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കിവിടെ കിട്ടുക IC ഈക്വൽ ടു IE ആൽഫ പ്ലസ് ICBO എന്നാണ് നമുക്കിവിടെ ഒരു ഇതിന്റെ ഇക്വേഷൻ നമുക്കിവിടെ കിട്ടുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ്. കാരണം വെച്ചാൽ നമ്മളിവിടെ കൊടുക്കുന്ന കറണ്ടിന്റെ, കാരണം ട്രാൻസിസ്റ്ററിന് രണ്ട് ധർമ്മമാണ് ഇവിടെ ഉള്ളത്. കാരണം വെച്ചാൽ കൊടുക്കുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ, കാരണം ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു സിഗ്നൽ നമ്മൾ ട്രാൻസിസ്റ്റർ ഇൻപുട്ടായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ നേരെ ഇതിനെ 180 ഡിഗ്രി എന്താക്കും, റിവേഴ്സ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ എന്താക്കും, ഇതിനെ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ആംപ്ലിഫിക്കേഷൻ ഫാക്ടറാണ് നമ്മുടെ ആൽഫ എന്ന് കൊടുക്കുന്നത്. അപ്പം ഈ എമിറ്റർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന കറണ്ട്, ഈ കളക്ടറിലുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക IC ഈസ് ഈക്വൽ ടു IE ആൽഫ പ്ലസ് ICBO എന്നാണ് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള മൈനോറിറ്റി കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന റിവേഴ്സ് കറണ്ട് ആണെന്ത് ICBO എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ മജോറിറ്റി കാരിയേഴ്സിന്റെ ഡയറക്ഷന് റിവേഴ്സ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മളെന്ന് പറഞ്ഞാൽ തെർമലി ജനറേറ്റഡ് ആയിട്ടുള്ള മൈനോറിറ്റി കാരിയേഴ്സിനുള്ള റിവേഴ്സ് കറണ്ട് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു ഫാക്ടർ നമുക്ക് നോക്കുവാണെങ്കിൽ തെർമലി ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ, ഈ ഒരു കറണ്ടിന്റെ അളവ് ഡിപ്പെൻസ് അപ്പോൺ എന്തായിരിക്കും, ഇത് എപ്പോഴും എന്തായിരിക്കും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാർട്ടായിരിക്കും ഇത്. ഇനിയിപ്പോൾ നമുക്കിവിടെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടുത്തെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ ഈസ് ഈക്വൽ ടു നമ്മൾ കിട്ടുക IC/IE ആണ് നമുക്കിവിടെ കിട്ടുക. എന്ന് വെച്ചാൽ IC/I ഇതാണ് എന്ത് ആൽഫ എന്ന് വെച്ചാൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണെന്ത് കറണ്ട് ആംപ്ലിഫിക്കേഷൻ. കാരണം എത്ര ആംപ്ലിഫൈ ചെയ്തു എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൽ എത്ര പെർസെൻറ്റേജ് ഇൻപുട്ട് ഉണ്ട് എന്ന് വെച്ചാൽ ഇൻപുട്ടിന്റെ എത്ര വലുതായിട്ടുണ്ട് ഔട്ട്പുട്ട് എന്നാണ് ഇവിടെ നമ്മളിവിടെ നോക്കിയത്. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ചെയ്തത് 5 ആണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ചിലപ്പോൾ എന്തായിരിക്കും 50 ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് വെച്ചാൽ ഇത് ICയും ഇതും എന്തായിരിക്കും IU ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാല് 50 ഡിവൈഡ് ബൈ 5 അപ്പൊ 10 എന്ന് വെച്ചാൽ 10 ഇരട്ടിയുള്ള സാധനമാണ് നമുക്ക് എന്താക്കിയത് ഔട്ട്പുട്ട് കിട്ടിയെന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഇതാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് IC ഡിവൈഡ് ബൈ IE എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താക്കണം ഇതിൽ ഓർത്തിരിക്കണം. ഈ ICBO എന്ന് വെച്ചാൽ കളക്ടർ ബേസ് കറണ്ട് വെൻ എമിറ്റർ ഈസ് ഓപ്പൺ.
ഇത് ഈ കറണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ടെമ്പറേച്ചറിനെയാണ്. അപ്പം ടെമ്പറേച്ചർ വേരിയേഷൻ മൂലവും കറണ്ട് എന്താ ട്രാൻസിസ്റ്ററിന്റെ കറണ്ടിന് എന്തായി പോവും? കറണ്ട് ടോട്ടൽ കറണ്ട് എന്താവും? മാറ്റം വരും എന്നുള്ള കാര്യം ഈ ഒരൊറ്റ ഇക്വേഷൻ നമുക്ക് എന്താക്കാം? ഓർത്ത് വെക്കാം. അതിൽ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ആൽഫയുടെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഇത് ലെസ് ദാൻ 1 ആയിരിക്കും. ആൽഫ എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും നമുക്ക് ഇവിടെ എപ്പോഴും കിട്ടുക. ഇത് ഞാൻ എന്താക്കിയതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് എപ്പോഴും എന്തായിരിക്കും? ആൽഫ എന്തായിരിക്കും? ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും ഇവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ അറിയാം ഈ ഐ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ചെറിയൊരു ഡീവിയേഷൻ ആയിരിക്കും ഇവിടെ നമുക്ക് ഉണ്ടാവുക. ഈ ഐ സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നത് ചെറിയൊരു ഡീവിയേഷൻ ഇവിടെ ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ഡീവിയേഷൻ ഐ സിന്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ അതെന്താണ്? ടോട്ടൽ കറണ്ടിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടായി. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ ട്രാൻസിസ്റ്ററിന്റെ എന്തായിരിക്കും? ഈ കറണ്ടുകൾക്ക് എന്തായിരിക്കും? വ്യത്യാസം വരും. എന്ന് വെച്ചാൽ ട്രാൻസിസ്റ്ററിന്റെ എല്ലാ പാരാമീറ്റേഴ്സും എന്തായിരിക്കും? മാറ്റം വരും. കാരണം ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ എന്താണ്? ടെമ്പറേച്ചറിനെ എന്താണ്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒറ്റ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്നത്.